ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒപ്പീനിയൻ ഇൻ്റർവ്യൂ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റണോ വേണ്ടയോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ കോളേജിൽ തന്നെ കുറച്ച് പേരോട് നമുക്ക് അവരുടെ ഒപ്പീനിയൻസ് ചോദിക്കാം. കമോ. അപ്പോൾ ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. ഹലോ. അപ്പോൾ ഇതൊരു ഒപ്പീനിയൻ ഇൻ്റർവ്യൂ ആണ്. അപ്പം അതിൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറണോ വേണ്ടയോ. അപ്പം അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്ന് പറയാം. സിസ്റ്റം മാറണം എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, ലൈക്ക് സെക്സ് എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ബേസിക് ആയിട്ടുള്ള കുറേ ഇപ്പം ട്രാഫിക് റൂൾസൊക്കെ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്ത് നല്ലതായിരിക്കും. കാര്യം ലൈസൻസ് കിട്ടിക്കഴിയുമ്പം ലൈസൻസ് കിട്ടുമ്പോൾ മാത്രമുള്ള എഡ്യൂക്കേഷൻ അല്ലല്ലോ, പുറത്തുള്ള എഡ്യൂക്കേഷൻ നല്ലതായിരിക്കുമല്ലോ. പിന്നെ ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ബ്രീഫായിട്ട് പറഞ്ഞു പോകത്തുള്ളൂ, അതൊക്കെ വേണമെന്നുണ്ട്. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറുക എന്നൊരു കാര്യമില്ല. ഇന്ത്യയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം നല്ലത് തന്നെയാണ്, പക്ഷേ നല്ല രീതിയിൽ അത് സ്റ്റുഡൻസിലേക്ക് എത്തുന്ന തരത്തിൽ നമ്മൾ കൊണ്ടുവരണം. കാരണം ഇപ്പം നമ്മൾ കൂടുതലും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, തിയറിയിലൊന്നും പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആ പഠിക്കുന്ന കാര്യങ്ങളെ അവർക്ക് ലൈഫിലോട്ട് വരുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റാറില്ല. സോ ആ ഒരു തരത്തിൽ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണെങ്കിൽ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം നല്ലതാണ്. കാരണം നമ്മൾ ഈ ജപ്പാൻ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇല്ലേ, കുഞ്ഞ് ക്ലാസ്സിലെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബുക്കിലുള്ള കാര്യങ്ങളല്ല പഠിപ്പിക്കുന്നത്. പകരം ഇപ്പോൾ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവരിങ്ങനെ ഇനാക്ട് ചെയ്യും, കൊച്ചുകുട്ടികളെ ഇങ്ങനെ ഇരുത്തിയിട്ട്. അപ്പോൾ ഒരു പ്രായമായ ഒരു സ്ത്രീ ബസ്സിലോട്ട് കയറുമ്പോൾ അവരത് അഭിനയിച്ചാണ് ഇങ്ങനെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടികളെ എഴുന്നേൽക്കും. അപ്പോൾ അവിടെ അവർ പഠിക്കുന്നത് മുതിർന്ന ആളുകളോട് നമ്മൾ എങ്ങനെ പെരുമാറണം. സോ അവിടെ നമ്മൾ ഈ ലിസ്ണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് കേട്ടുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കുന്നു, പിന്നീട് അത് ടെക്സ്റ്റിലൂടെ വായിക്കുന്നു, പഠിക്കുന്നു. അത്തരത്തിലൊന്ന് ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ അത് കുട്ടികൾക്കും കൂടെ പ്രയോജനപ്പെടും. അതേ പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ഗുണം. നമ്മൾ പൂർണ്ണമായിട്ട് ആ വിദ്യാഭ്യാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം നല്ലത് തന്നെ മാറണം. എങ്ങനത്തെ രീതിയിൽ എങ്ങനെ രീതിയിലെന്ന് ചോദിച്ചാൽ ഐ തിങ്ക് കുറച്ചും കൂടെ ഒരു പ്രാക്ടിക്കൽ രീതിയിലോട്ട് കുട്ടികളെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നോട്ട് ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് തിയറി മാത്രം നമ്മൾ ഇൻവോൾവ് ചെയ്യാതെ അവരെ ആ പഠിക്കുന്ന തിയറി പ്രാക്ടിക്കൽ രീതിയിലോട്ട് അവരെ കുറച്ചും കൂടെ നമ്മൾ പഠിപ്പിക്കാനായിട്ട് നോക്കുക. അതെനിക്കൊന്ന് 4 ഇയർ ഇപ്പോഴത്തെ ആ ഒരു ഡിഗ്രി സിസ്റ്റം നമ്മുടെ കേരളയിൽ കൊണ്ടുവന്നിരിക്കുന്ന 4 ഇയർ സിസ്റ്റം അവരത് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഏറെക്കുറെ അവർ പുതിയ രീതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. എപ്പോഴും ഈ ബുക്കിലുള്ള കുറേ കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കാതെ കുറച്ചുകൂടെ ഈ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ കൊണ്ടുവരിക. പിന്നെ നമ്മൾ ഈ പഠിപ്പിക്കുന്നതിനപ്പുറത്ത് അവരെ കൊണ്ട് തന്നെ ചർച്ച ചെയ്യിപ്പിക്കുക, ഒരു ഡിബേറ്റ് വരുത്തുക. അപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്നവരുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായം അറിയണം. അപ്പോൾ എല്ലാം അറിഞ്ഞ് വളരുമ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടാവത്തില്ല. എല്ലാ കാര്യങ്ങളിലും ചർച്ച നടത്തുക. മാറണം, വളരെയധികം മാറണം. എന്തൊക്കെ മാറ്റങ്ങൾ വേണ്ടത്? ഇപ്പോഴത്തെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി അത് തന്നെ മാറാനുണ്ട്. നമ്മളൊരു കുട്ടികൾ ആദ്യം തുടങ്ങിയ ഒരു തുടക്കമല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. അതൊക്കെയാണ് മാറ്റങ്ങൾ വേണ്ടത്. ഇപ്പോഴത്തെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറണം. എങ്ങനത്തെ രീതി? കാരണം ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പ്രശ്നം നിങ്ങൾ അറിയാമല്ലോ. സ്കിൽ ബേസ്ഡ് ആവണം കുറച്ചും കൂടെ. നമ്മൾ സ്കിൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും സ്കില്ലൊന്നും കൊണ്ടുവരുന്നില്ല, തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോഴത്തെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പം ഈ പറഞ്ഞ പോലെ ഇനിയിപ്പം 4 ഇയർ ആയപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ചോയ്സസ് വരും. അതിന് മുമ്പ് വെച്ച് നോക്കുമ്പോൾ വളരെ മോശമാണ്. 4 ഇയർ ആയി കഴിയുമ്പോൾ ഇറ്റ് ഇസ് ഗെറ്റിംഗ് ബെറ്റർ. സ്കൂളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം സ്കൂളിലും മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ, കുഴപ്പമില്ല. ഇതിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റം വേണ്ടതാണ്. ഇപ്പം പുതിയ UGP ആണെങ്കിൽ പോലും അത് ഇപ്പം ഒരേ സ്ട്രീം പഠിക്കാൻ വരുന്നവർക്ക് അത് പഠിക്കാൻ പറ്റുന്നില്ല. ഇപ്പം BCom ലോജിസ്റ്റിക്സ് എടുത്ത് വരുന്നവരാണെങ്കിൽ അവർക്ക് അത് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഒരു വേക്കൻസി ഉണ്ടാക്കി കൊടുക്കണം തന്നെ പറയും. ഇപ്പം മിക്സായി പഠിക്കുന്നവർ നോക്കി നല്ലതാണ്, പക്ഷേ എന്നാലും ആ സ്ട്രീം നോക്കി വരുന്നവർക്ക് അത് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറണോ വേണ്ടയോ? മാറണം. എങ്ങനെ? അതായത് ഓരോരുത്തർക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസം കൊടുക്കത്തക്ക രീതിയിൽ ഗവൺമെൻറ് നല്ല ഇൻ്റർഫിയറൻസോടുകൂടി തന്നെ സിസ്റ്റം മാറണം. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് മാറ്റം വരണമെന്ന് തോന്നുന്നില്ല. അല്ല, മാറ്റം വരണം. പഴയ പോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് വഴക്ക് പറയുമ്പോൾ കേൾക്കാൻ തയ്യാറാവുന്ന കുട്ടികളും അടി കൊടുത്താലും കംപ്ലൈൻറ്റ് അധികം ഒന്നും പറയാത്ത രീതിയിലുള്ള ഒരു സിസ്റ്റവും വരണം. പഴയ രീതി വന്നാലേ കുറച്ചെങ്കിലും പേടിയും ചൂടും ഒക്കെ ഉണ്ടാവത്തുള്ളൂ. പഴയ രീതിയിലോട്ട് തിരിച്ചു വരണമെന്നാണ്. അതെ, ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറണം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം മാറണമെന്ന് ഞാൻ പറയില്ല. ഇതിൻ്റെ കുറേ കോർ എലമെൻറ്റ്സ് ഉണ്ട്. കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലാണ് ചില എലമെൻറ്റ്സ് ഉണ്ട്, അതൊക്കെ മാറണം. ഫോർ എക്സാമ്പിൾ കുറേ കൂടെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെ പിള്ളേർ പ്രാക്ടിക്കലായിട്ടുള്ള ലൈഫ് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള സംഭവം അതിന് വേണ്ടി പിള്ളേരെ പ്രിപ്പയർ ചെയ്യുക. അല്ലാണ്ട് എക്സാംസിന് വേണ്ടി മാത്രം പിള്ളേരെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്
ഭയങ്കര പോസ്റ്റാണ്. പിന്നെ ഒരു മനുഷ്യനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ബേസിക് എറ്റിക്യൂട്ട്സ് ഉണ്ടല്ലോ, അതെല്ലാം പറഞ്ഞു കൊടുക്കണം. ബുക്ക് തിയറി മാത്രം ആക്കി പോകരുതെന്നുണ്ട്, മീൻസ് പ്രാക്ടിക്കലായിട്ടും കൂടെ വേണമെന്നുണ്ട്. ഇപ്പം ബുക്കിഷ് ആയിട്ടുള്ള പഠനമാണല്ലോ നമുക്കിവിടെ ഉള്ളത്, അപ്പം ബാക്കി ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇത്തിരി കൂടി കുട്ടികൾക്ക് ഇത്തിരി കൂടി പിന്നെ അവരുടെ നോളജ് ആണെങ്കിലും അവരുടെ തിങ്കിങ് കപ്പാസിറ്റിയും ക്രിയേറ്റിവിറ്റിയൊക്കെ കൂടാനുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. അത് എന്തുകൊണ്ടും കുട്ടികൾക്ക് നല്ലതാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ പഠിക്കാം. ഇപ്പോൾ അത് ഒരു വർഷം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത വേറൊരു കോഴ്സ് ചൂസ് ചെയ്യണമെങ്കിൽ അടുത്ത വർഷം വേറൊരു കോഴ്സ് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ കോളേജുകൾ മാറാം. എബോർഡ് പോയി പഠിക്കുന്നതിനെ അപേക്ഷിച്ച് ഈ വർഷം കൂടുതലും കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം നല്ലതാണ്. ഒരു 60 വർഷം മുമ്പ് കേരളം ഫോളോ ചെയ്തിരുന്ന എഡ്യൂക്കേഷൻ റൂളാണ് സ്കൂൾസിൽ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. സ്കൂൾ ലെവലിൽ ഇത്തിരി പോരായ്മകളുണ്ട്. മൊത്തത്തിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇത്തിരി കൂടി പിന്നെ സ്കൂൾ ലെവലിൽ ഇത്തിരി കൂടി വന്നു കഴിഞ്ഞാൽ മാറണം. എങ്ങനത്തെ രീതിയിലൊക്കെ തിയറീസ് ഒക്കെ നമ്മുടെ ഇവിടെ കുഴപ്പമില്ല, പ്രാക്ടിക്കലായിട്ട് ഇത്തിരി കൂടെ ഡെവലപ്പാണ്. സത്യത്തിൽ പറയുകയാണെങ്കിൽ മാറ്റം വരണം എന്ന് തന്നെയാണ്. ബിക്കോസ് തലമുറകൾ ഒരുപാട് ചെയ്തത്, അതായത് ഒരു ജനറേഷനിൽ നിന്ന് വേറൊരു ജനറേഷനിൽ പോകുന്ന ആ ദൂരം വളരെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും കുറേയൊക്കെ മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ അക്കാഡമിക് വശങ്ങളാണ് ചിലപ്പോൾ അഡ്രസ്സ് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മളിപ്പോൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ വാല്യൂ എംബഡ് ആയിട്ടുള്ള നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. തീർച്ചയായും മാറണം. എസ്പെഷ്യലി നമ്മൾ ഇപ്പം ഒരു ഏറ്റവും ചെറിയ കുട്ടിയെ സ്കൂളിലേക്ക് വിടുന്നത് സാമൂഹ്യ വിരുദ്ധമായ ഒന്നുമില്ലാത്ത ഒരു വെളുത്ത തുണി പോലെയാണ് നമ്മൾ കൊച്ചുകുട്ടികളെ സ്കൂളിലോട്ട് കൊണ്ടുവിടുന്നത്. അപ്പോൾ അവരെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് മോൾഡ് ചെയ്യാം, അല്ലേ, കറക്റ്റ് ചെയ്യാം, പെർഫെക്റ്റ് ഒരു സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ ആക്കാം. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് ഈവൻ ബിഫോർ കംപ്ലീറ്റിംഗ് ദ സ്കൂൾ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ സമ്പ്രദായം തീരുന്നതിന് മുമ്പ് തന്നെ അവർ ജീവൻ എടുക്കുന്ന തരത്തിലെ ക്രിമിനലുകളായി മാറുന്നു. ഒന്നിലോ സാമൂഹ്യ സ്പർദ്ധയോ രാഷ്ട്രീയമോ വർഗീയതയോ ആകാം, അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ പല വേരിയൻസ് ആണ് അവർക്ക്. പല അളവിൽ പല സോഴ്സുകളിൽ നിന്ന് അവർക്കിപ്പം പുഴ പോലെ ഒഴുകുന്ന പുഴയിൽ നിന്ന് വെള്ളം കുടിക്കുന്ന പോലെ, അല്ലെ വഴിവക്കിലെ പൈപ്പിൽ നിന്ന് പണ്ട് സ്കൂൾ കുട്ടികൾ വെള്ളം കുടിക്കുമായിരുന്നു, അതേപോലെയാണ് ഇന്ന് മയക്കുമരുന്ന് അതിൻ്റെ പല രീതിയിലുള്ളത് കുട്ടികൾക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് അവരുടെ ഏറ്റവും ആദ്യത്തെ ബന്ധമാണ് അമ്മയോടുള്ളത്. ആദ്യത്തെ ബന്ധമായ അമ്മയോട് പോലും ഏറ്റവും നിഷ്ഠൂരമായിട്ട് പെരുമാറാൻ നമ്മുടെ കുട്ടികൾ കാരണഭൂതരാകുന്നതിന് കാരണം വിദ്യാഭ്യാസ സമ്പ്രദായം ആകെ മാറണം. പഴയതുപോലെ തന്നെ ഒരു സ്കൂൾ അല്ലെ കോളേജ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് മാറിയാൽ മറ്റൊരു വീടായി മാറണം. FIUGP കൊള്ളാം. അപ്പോൾ സോനയുടെ അഭിപ്രായം എന്താ? നമ്മുടെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറണോ? ഉറപ്പായിട്ടും മാറേണ്ട ആവശ്യമാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം. കാരണം എഡ്യൂക്കേഷനാണ് ഒരു കുട്ടിക്ക് ബേസിക് ആയിട്ട് വേണ്ടത്. ബാക്കിയുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അവരെ കൂടുതലും പഠിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കും. അതേപോലെ ബേസിക് ക്വാളിറ്റീസ് ആയിട്ടുള്ള ഹൗ ടു ബിഹേവ് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരെ കൂടുതലും പഠിപ്പിച്ച് അവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ്, മാത്സ് കാര്യങ്ങളൊക്കെ പോലെയുള്ളതാണ് സ്കൂളുകളിൽ പഠിക്കുന്നത്. പക്ഷെ നമ്മൾ കുഞ്ഞിലേ തൊട്ട് പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ശരിക്കും വീടുകളിൽ നിന്ന് പഠിക്കുന്നത് പോലെ തന്നെ സ്കൂളുകളിലും അത്തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടത് ആവശ്യമാണ്.